നമസ്കാരം. സെന്റൻസ് ഇംഗ്ലീഷിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനി നടക്കാൻ പോകുന്ന HSST ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ക്ലാസ് ആണ്. നമുക്ക് ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് എന്ന് പറഞ്ഞ എസ്സേയുമായി ബന്ധപ്പെട്ട് നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇൻട്രൊഡക്ഷൻ നോക്കുക. ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് 1919 is an essay written by the poet and literary critic T.S. Eliot. Okay. The essay was first published in the Egoist 1990. So, പരീക്ഷയ്ക്ക് ചോദിക്കാം. Okay. And later in Eliot's first book of criticism, The Sacred Wood. ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആദ്യം എവിടെയാണ് പബ്ലിഷ് ചെയ്തത്? ദി ഈഗോയിസ്റ്റ് എന്ന് പറയുന്നതിനകത്ത് 1919. അതിനുശേഷം ഇലിയറ്റിന്റെ തന്നെ ആദ്യത്തെ ബുക്കായ ദ സേക്രഡ് വുഡ് എന്ന് പറയുന്നതിനകത്ത് 1920. ഇനി Tradition and Individual Talent is one of the more well-known works that Eliot produced in his critic capacity. It formulates Eliot's influential conception of the relationship between the poet and the literary tradition which precedes him. നോക്കുക, ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് എന്ന് പറഞ്ഞ് നമ്മൾ എസ്സേ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും എന്ത്? ദിസ് എസ്സേ ഇസ് ഡിവൈഡ് ഇൻടു 3 parts. ഏതൊക്കെയാണ്? പാർട്ട് 1 the concept of tradition, അദ്ദേഹത്തിന്റെ ട്രഡീഷനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ്. ഇനി അടുത്ത തിയറി ഓഫ് ഇംപേഴ്സണൽ പോയട്രി. നെക്സ്റ്റ് ദ കൺക്ലൂഷൻ ഓർ സമ്മിങ് അപ്പ്. ഓക്കെ, അങ്ങനെ 3 പാർട്ടായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. നോക്കുക, ദ കൺസെപ്റ്റ് ഓഫ് ട്രഡീഷൻ. നോക്കുക, ട്രഡീഷനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് നമുക്ക് നോക്കാം. Eliot presents his conception of tradition and the definition of poet and poetry in relation to it. For Eliot, the term tradition is imbued with a special and complex character. It represents a simultaneous order by which Eliot means a historical timelessness, a fusion of past and present, and at the same time a sense of present temporality. Now, Eliot claims that this historical sense is not only a resemblance of traditional works, but an awareness and understanding of the relation to his poetry. ഇതെല്ലാം പോയിന്റ്സ് ആണ്. ഇതൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം. According to whom this historical sense is not only a resemblance of traditional works, but an awareness and understanding of the relation to his poetry. എന്ന് ചോദിക്കാം. അപ്പൊ നമുക്ക് ഇലിയറ്റ് എന്ന് എഴുതാം. ഹു ക്ലെയിംസ് ദാറ്റ് ദിസ് ഹിസ്റ്റോറിക്കൽ സെൻസ് ഈസ് നോട്ട് ഓൺലി എ റിസംബ്ലൻസ് ഓഫ് ട്രഡീഷണൽ വർക്ക്സ് ബട്ട് ആൻ അവയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ റിലേഷൻ ടു ഹിസ് പോയട്രി. അവിടെ നമുക്ക് ഇലിയറ്റ് എന്ന് ആൻസർ എഴുതാം. ഇത് നോക്കുക, ദ ഹിസ്റ്റോറിക്കൽ സെൻസ് ഇൻവോൾവ്സ് എ പെർസെപ്ഷൻ നോട്ട് ഓൺലി ദ പാസ്റ്റ്നെസ് ഓഫ് ഹിസ് പാസ്റ്റ് ബട്ട് ഓഫ് ഹിസ് പ്രസൻസ്. ഇതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിലാണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. The difference between present and past is that the conscious present is an awareness of the past in a way and to an extent which the past awareness of itself cannot show. When a poet engages in a new work, he realizes an aesthetic ideal order as it has been established by the literary tradition that has come before him. As such, the act of artistic creation does not take place in a vacuum. The inclusion of new work alters the way in which the past is seen, elements of past that are noted and realized. The progress of an artist is a continual self-sacrifice, a continual extinction of personality. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാം. According to whom the progress of an artist is a continual self-sacrifice, a continual extinction of personality. അല്ലെങ്കിൽ in which essay Eliot asserts that the progress of an artist is a continual self-sacrifice, a continual extinction of personality. അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് ഈ പറയുന്ന എസ്സേയുടെ പേര് പറയാം. ഇനി ഇത് ആരാ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇലിയറ്റ് എന്ന് പറയാം. This leads to Eliot's so-called impersonality theory of poetry. ഇതാണ് അദ്ദേഹം
ഇംപേഴ്സണാലിറ്റി തിയറി ഓഫ് പോയട്രിയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നോക്കുക, ദ തിയറി ഓഫ് ഇംപേഴ്സണൽ പോയട്രി. ഓണസ്റ്റ് ക്രിറ്റിസിസം ആൻഡ് സെൻസിറ്റീവ് അപ്രീസിയേഷൻ ഈസ് ഡയറക്റ്റഡ് നോട്ട് അപ്പോൺ ദ പോയറ്റ് ബട്ട് അപ്പോൺ ദ പോയട്രി. Eliot compares the poet's mind to a catalyst in which the reactants are feelings and emotion that are synthesized to create an artistic image that captures these same feelings and emotion. While the mind of poet is necessary for production, it emerges unaffected by the process. The artist stores feelings and emotions and properly unites them into a specific combination, which is the artistic product. The poet has not a personality to express, but a particular medium, which is only a medium and not a personality, in which impression and experience combine in peculiar and unexpected ways. Impression and experiences which are important for the man may not take place in the poetry, and those which become important in the poetry may play quite an ignorable part in the man, the personality. It is not his personal emotions, the emotions provoked by a particular event in his life, that the poet is in any way remarkable or interesting. His particular emotions may be simple, crude, or flat. Great work do not express the personal emotion of the poet. And the poet does not reveal his own unique and novel emotions, but rather by drawing on ordinary ones and channeling them through the intensity of poetry. According to Eliot, poetry is not a turning loose of emotion, but an escape from emotion. It is not the expression of personality, but an escape from personality. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൊട്ടേഷനാണ്. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്ത്? അക്കോർഡിംഗ് ടു ഇലിയറ്റ്, poetry is not a turning loose of emotion, but an escape from emotion. It is not the expression of personality, but an escape from personality. But of course, only those who have personality and emotions know what it means to want to escape from these things. Since successful poetry is impersonal and therefore exists independent of its poet, it outlives the poet and can incorporate into the timeless ideal order of the living literary tradition. Talent, especially in the arts, is a genius that one is born with. Instead, talent is acquired through a careful study of poetry. ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് ഇംപേഴ്സണൽ പോയട്രിക്കകത്ത് അദ്ദേഹം പറയുന്നത്. ഇത് രണ്ടാമത്തെ ഭാഗമാണ് എസ്സേയുടെ. ലാസ്റ്റ് ആണ് എന്ത്? കൺക്ലൂഷൻ. നോക്കുക, നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. Traditional and individual talent is an essay written by T.S. Eliot. According to him, the emotion of art is impersonal, and the poet cannot reach this impersonality without surrendering himself wholly to the work to be done. And he is not likely to know what is to be done unless he lives in what is not merely the present, but the present moment of past. Unless he is conscious not of what is dead, but of what is already living. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഈ പറയുന്ന ട്രഡീഷണൽ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് എന്ന് പറയുന്ന എസ്സേയിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അത് ഈ ഓരോ പോയിന്റും നമുക്ക് ഓരോ മാർക്ക് തരുന്നതാണ്. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അത് മോക്ക് ടെസ്റ്റ് രൂപത്തിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് വരാം. Which among the following is the manifesto of Eliot's criticism? അപ്പോൾ ഏതായിരിക്കും? നമ്മൾ പഠിച്ചതാണ് ഇത് ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ട്രഡീഷൻ
in Eliot's view means? എലിയട്ടിന്റെ കാഴ്ചപ്പാടിൽ ട്രഡീഷൻ കൊണ്ട് അദ്ദേഹം എന്താണ് അർത്ഥമാക്കുന്നത്? ഇമിറ്റേറ്റിംഗ് ദ പോയറ്റ്സ് ഓഫ് ദ പാസ്റ്റ് ആണോ, ഹെറിഡിറ്റി ആണോ, ഹാൻഡ്ലിംഗ് ഡൗൺ ഓഫ് ദ പാസ്റ്റ് ആണോ, അതോ ഹിസ്റ്റോറിക് സെൻസ് ആണോ? ഏതാണ് ഹിസ്റ്റോറിക് സെൻസ്? അടുത്ത നമുക്ക് നോക്കാം. ഹിസ്റ്റോറിക് സെൻസ് ഇൻവോൾവ്സ് എ പെർസെപ്ഷൻ ഓഫ് ഹിസ്റ്ററി ആണോ, ദ പാസ്റ്റ്നെസ് ഓഫ് ദ പാസ്റ്റ് ആൻഡ് ആൾസോ ഇസ് പ്രസന്റ്നെസ് ആണോ, അതോ എ സെൻസ് ഓഫ് ദ ഹിസ്റ്റോറിക് ഇൻസിഡൻസ് ആണോ, അതോ പാസ്റ്റ് ആണോ? ഏതാണ്? ദ പാസ്റ്റ്നെസ് ഓഫ് ദ പാസ്റ്റ് ആൻഡ് ആൾസോ ഇറ്റ്സ് പ്രസന്റ്നെസ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. ട്രഡീഷൻ ഇംപ്ലൈസ് ഡാഷ്. എ റെക്കഗ്നിഷൻ of the continuity of literature ആണോ, a critical judgment as to which of the writers of the past continue to be significant in the present ആണോ, അതോ a knowledge of these significant writers obtained throughout great labor ആണോ, അതോ all the above ആണോ? ഏതാണ് ട്രഡീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? all the above ആണ്. ഇതെല്ലാം വരും. അടുത്ത ചോദ്യം. The existing monuments form an ideal order among themselves, which is modified by the introduction of the new work or art among them. Whose pronouncement is this? ആരുടെയാണ്? T.S. Eliot. അടുത്ത ചോദ്യം. In which of the following critical essays does the analogy of the catalyst occurs? Tradition and individual talent. അടുത്ത ചോദ്യം. The more perfect the artist, the more completely separate in him will be the man who suffers and the mind which creates. Where does this critical proposition occur? ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊട്ടേഷൻ ആണ്. നമ്മളിപ്പോൾ ട്രഡീഷണൽ ഇൻഡിവിജ്വൽ ടാലന്റ് പഠിക്കുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് ആൻസർ പറയാം. ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ്. പരീക്ഷയ്ക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ ഈ പറയുന്ന ഒരു ചോദ്യം നമുക്ക് ഉത്തരം എഴുതണം. ഓക്കെ. അടുത്ത ചോദ്യം. The mind of the poet is the shred of the platinum. Where do these words occur? എവിടെയാണ്? ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ്. അടുത്ത ചോദ്യം. Which among the following does, according to Eliot, functions as a catalyst in the process of poetic creation? ഏതാണ്? The mind of the poet. Next. In the analogy of the catalyst, the platinum shred stands for എന്താണ്? നമ്മോട് പറഞ്ഞതേ ഉള്ളൂ. ഏതാണ്? The mind of the poet. Next question. In the analogy of the catalyst, oxygen and sulfur dioxide stand for poet's emotions and feelings. Next question. In the analogy of the catalyst, sulphurous acid stands for എന്തിനു വേണ്ടിയാണ്? The work of art. ഇതാണ് കറക്റ്റ് ആൻസർ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം. Poetry is not turning loose of emotions but an escape from emotions. Where do these words occur? എവിടെയാണ്? ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ്. അടുത്തത്. Poetry is not the expression of personality but an escape from personality. Where is the line taken from? Tradition and individual talent. അടുത്ത ചോദ്യം. Which of the following essays contains the theory of depersonalization of the artist? ട്രഡീഷണൽ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ്. ഈ ക്വസ്റ്റ്യനിലൂടെ വായിക്കുന്നതെല്ലാം പോയിന്റ്സ് ആണ്. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ട്രഡീഷണൽ ഇൻഡിവിജ്വൽ ടാലന്റ് എന്ന് പറയാം. എന്നാലും ഷഫിൾ ചെയ്ത് ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓണസ്റ്റ് ക്രിറ്റിസിസം ആൻഡ് സെൻസിറ്റീവ് അപ്രിസിയേഷൻ ഈസ് ഡയറക്റ്റഡ് നോട്ട് അപ്പോൺ ദ പോയറ്റ് ബട്ട് അപ്പോൺ ദ പോയട്രി. Where is the line taken from? എവിടെയാണ്? ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which among the following statements is true with respect to Eliot's critical creed? ഏതാണ്? Tradition can be obtained by hard labor. Last question. Which of the following term occurs in the critical essay tradition and individual talent? ഏതാണ്? Catalyst. ഇതാണ് കറക്റ്റ് ആൻസർ. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ HSST ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് ചെയ്ത എല്ലാ ക്ലാസ്സുകളുടെയും ലിങ്ക് പ്ലേലിസ്റ്റ് രൂപത്തിൽ നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി എല്ലാ ക്ലാസ്സുകളും കാണാൻ ശ്രമിക്കുക.
അപ്പം ഇതിൻ്റെ PDF ഫയല് നമ്മുടെ ടെലിഗ്രാം ചാനൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഈ PDF ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്കും നമ്മൾ ഈ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അല്ല കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.